ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. നാം നേരിടുന്ന പ്രതിസന്ധികളുടെ ഭീകരതയും ഭവിഷ്യത്തുകളെയും കുറിച്ചുള്ള ഭയവും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ അത്ഭുതകരമായി വഴി നടത്തിയ ദൈവത്തെ കാണുവാൻ കഴിയാത്ത വണ്ണം നമ്മുടെ കണ്ണുകളെ കുരുടാക്കി കളയുകയും 10,000-കണക്കിന് പടയാളികളുമായി അശൂർ രാജാവായ സൻഹേരബ് യഹൂദ പട്ടണങ്ങൾക്കായി ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ജനമെല്ലാം പരിഭ്രാന്തരായി മാറി. രാജ്യഭാരം ഏറ്റെടുത്ത നിമിഷം മുതൽ തൻ്റെ ജനത്തെ യഹോവയാം ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ ബന്ധപ്പെട്ട യെഹിസ്കീയാവ് ഒരു സൈന്യത്തെ പരിശീലിപ്പിച്ചെടുക്കുവാൻ മെനക്കെടാതെ പ്രത്യേക പതിറ്റാണ്ടുകളായി പൂട്ടിയിരിക്കുന്ന യഹോവയുടെ ആലയം തുറന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷ മുടക്കം കൂടാതെ നടത്തുവാൻ ദശാംശവും ആദ്യ ഫലങ്ങളും ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ഉത്തരവിട്ടു. അനേക രാജ്യങ്ങളെ കീഴടക്കി ജൈത്രയാത്ര നടത്തിയ സൻഹേരിബ് സൈന്യബലമില്ലാതെ യുദ്ധമുറകൾ അറിയാത്ത യെഹിസ്കീയാവിനോടും അവൻ്റെ ദൈവത്തെ അധിക്ഷേപിച്ച് ജനരോഷം ഇളക്കിവിടുവാൻ ശ്രമിക്കുമ്പോൾ യെഹിസ്കീയാവ് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തുന്നു. നമ്മുടെ ചുറ്റുപാടും പാളയമടിച്ചിരിക്കുന്ന അശൂർ സൈന്യ നിരകളുടെ മാനുഷിക ബലത്തേക്കാൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുവാൻ അവൻ തൻ്റെ ജനത്തെ പ്രബോധിപ്പിച്ചു ഉണർത്തുന്ന വേദഭാഗം. ഈ രാത്രിയിൽ യഹോവയാം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നും ദൈവത്തിൻ്റെ ദൂതൻ അശൂർ പാളയത്തിലുണ്ടാക്കുന്ന 1,85,000 പേരെ കൊന്നൊടുക്കി സൻഹേരേബ് ഓടിപ്പോകുവാനിടയായി മാറി. അവൻ മക്കളാൽ കൊല്ലപ്പെടുവാനിടയായി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയത് എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തന്മാർക്ക് അത് വ്യക്തതയോടെ ഗ്രഹിക്കുവാൻ കഴിയും. ശത്രുവിനെ വെറും ഒരു മാംസഭുജമായി കാണുകയും തങ്ങളുടെ അകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവശക്തിയും ദൈവീയ ആശ്രയവും എന്താണെന്ന് ജനത്തോട് ബോധ്യപ്പെടുത്തുകയും നമ്മൾ ആശ്രയിക്കുന്നത് ആരാണെന്ന് ജനത്തിനു മുമ്പാകെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യെഹിസ്കീയാവ് നടത്തുന്ന ഒരു പ്രഭാഷണമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തെ നടുവിലും നെഗറ്റീവുള്ള ഉത്തരങ്ങൾ പറയാതെ പോസിറ്റീവായിട്ടുള്ള എനർജികൾ ജനത്തിനിടയിലേക്ക് കൊടുത്തപ്പോൾ ഒരു വലിയ ജയം അവിടെ സംഭവിപ്പാനിടയായി. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതുകൊണ്ട് മാന്യ സഹോദര സഹോദരി, മാനുഷിക കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളാൽ താങ്കൾ അകപ്പെട്ടിരിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാതെ വണ്ണം നീ പ്രതിസന്ധി വ്യൂഹത്തിൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ യെഹിസ്കീയാവിനെ പോലെ ഈ പ്രഭാതത്തിൽ യഹോവയാം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.